നിങ്ങളുടെ പങ്കാളിയുടെ കറന്റ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ പ്രാർത്ഥനയോടുകൂടി മന്ത്രങ്ങളൊക്കെ, ശക്തിയേറിയ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ ഈ റീഡിംഗ് തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കുമെന്നാണ്. അതിന് നിങ്ങൾ കൂടി ഒന്ന് മനസ്സിനെ പോസിറ്റീവാക്കി വയ്ക്കാനും നിങ്ങൾക്ക് മനസ്സിന് ശക്തി കിട്ടാനുമാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതേ മെൻറ്റാലിറ്റിയിലാണ് നിങ്ങളിത് സമീപിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നിരിക്കും കേട്ടോ. പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾ സബ് ചെയ്തവരാണെങ്കിൽ താഴെ ഒരു കമൻറ്റ് കൂടി ഇടുക. സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്ത ശേഷം കമൻറ്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവുക. അതിനു മുമ്പ് പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇത് ഒരുപാട് പേരുടെ എനർജിയാണ് വരുന്നത് അല്ലേ. നിങ്ങളുടെ മാത്രം കാര്യം അറിയാനാണ് കോൺടാക്റ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ അവിടെ ചെറിയൊരു ഫീ ഉണ്ട്. ഡീറ്റെയിൽ ഞാൻ തരും, വന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ടാരോ ദേവിയുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. 6 സോഡ്സ് ആണ് ആദ്യത്തെ കാർഡ്. 3 കപ്പാണ് രണ്ടാമത്തെ കാർഡ്. 2 പെൻഡക്കൾ, ഹെരഫൻറ്റ്, ഏസ് ഓഫ് പെൻഡക്കൾ, നൈറ്റ് കപ്പ് വന്നു. ഇത് എവിടെയെന്ന് നോക്കിയിരുന്നു ഞാൻ. 2 പെൻഡക്കൾ വീണ്ടും വന്നു. ഓൺ ഓഫ് ബന്ധാണ് കേട്ടോ നിങ്ങളുടെ. ഫുൾ കാർഡ് വന്നു. 7 സോഡ്സ് തിരിഞ്ഞ് വന്നിരിക്കുന്നത്. റീഡിങ്, പ്രൈവറ്റ് റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ തലങ്ങും വിലങ്ങൊക്കെ വയ്ക്കും. ഷഫിൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ഷഫിൾ ചെയ്യും. അതുകൊണ്ടാണ്. ടവർ വന്നു. 7 സോഡ്സ് വന്നു, ടവർ വന്നു. ഇതെൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ, നിങ്ങൾക്കത് കിട്ടാനുള്ള യോഗം കൊണ്ടല്ല. ഏസ് ഓഫ് വാണ്ട് വന്നു. എത്ര നേരം വെച്ചാലും തിരിഞ്ഞും തലങ്ങും വിലങ്ങൊക്കെ വരും കാർഡുകൾ. കാർത്തിക, രോഹിണി, മകയിരം, ചിത്തിര, ചോതി, വിശാഖം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇതൊക്കെയാണ് ഇവിടെ ബ്ലെസ്സിങ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്നത്. ഇനി 6 2 തവണ വന്നിട്ടുണ്ട്. 3 വന്നിട്ടുണ്ട്. 2 2 തവണ വന്നിട്ടുണ്ട്. 1 2 തവണ വന്നിട്ടുണ്ട്. 16 വന്നിട്ടുണ്ട്. 5 വന്നിട്ടുണ്ട്. 7 വന്നിട്ടുണ്ട്. 0 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. 1 2 തവണ വരിക, 2 2 തവണ വരിക. ഇതൊക്കെ ഏഞ്ചൽ നമ്പറുകൾ കൂടിയാണ് കേട്ടോ. ഓം ശം ശനീശ്വരയേ നമഃ. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ഇനി നമുക്ക് ആദ്യത്തെ കാർഡായ 6 സോഡ്സിലേക്ക് പോവാം. ആദ്യം തന്നെ അകന്നു പോയ ഒരാളെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പങ്കാളി അകന്നു പോയി. അതിനുശേഷം ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോവും. അങ്ങനെയാണ്. അതാണ് 2 പെൻഡക്കൾ പറയുന്നത്. 6 സോഡ്സ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ കാലഘട്ടം തേടി പോയിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും വഴക്കുണ്ടാവുന്നുണ്ട് അല്ലേ. കള്ളം പറയുന്ന ആരോ ഉണ്ട്. നിങ്ങളാണോ അവരാണോ കള്ളം പറയുന്നുണ്ട്. വല്ലപ്പോഴും മാത്രമേ സത്യം പറയൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മൂന്നാമത്തെ വ്യക്തി നിങ്ങളെ കള്ളം പറഞ്ഞ് അകറ്റിയിരിക്കുകയാണ്. ഇവിടെ സ്വപ്നങ്ങളുടെ ചാരം കാണിച്ചു തരുന്നുണ്ട്. ടവർ വന്നിട്ടുണ്ട്. കത്തി അമർന്ന സ്വപ്നങ്ങൾ കാണിക്കുന്നുണ്ട്. എൻ്റായ ബന്ധത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓൺ ആൻഡ് ഓഫാണ്. ഇടയ്ക്ക് വന്നങ്ങ് സ്നേഹിച്ചു പോകുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് തിരക്കിലേക്ക് പോവുകയാണ്, സമാധാനത്തിലേക്ക് പോവുകയാണ്. അപ്പം അതിനർത്ഥം എന്താണെന്നറിയോ, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ സ്നേഹം കിട്ടുന്നില്ല, എപ്പോഴും അടിയാണ്. അതുകൊണ്ടാണ് സമാധാനം തേടി അവർ ദൂരേക്ക് പോകുന്നത്. അപ്പം നിങ്ങളുടെ ഭാഗത്തും എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇവിടെ 2 പെൻഡക്കളാണ് വന്നിരിക്കുന്നത്. ഓൺ ആൻഡ് ഓഫ് ബന്ധം, അടഞ്ഞ വാതിലുകൾ, അഴിക്കും തോറും മുറുകുന്ന കുരുക്കുകൾ, ഇരട്ട മുഖം. അപ്പം ഇരട്ട മുഖം 2 പേർക്കും ഉണ്ട്. അതാണ് 2 കാർഡ് വന്നിരിക്കുന്നത്. ഒരാൾ മാത്രമേ ഇരട്ട മുഖമുള്ള ആളല്ല, നിങ്ങൾക്കും ഉണ്ട്. ആ ഇരട്ട മുഖം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ അത്ര ദിവസം സ്നേഹിച്ചതൊക്കെ മറക്കും. ആ സമയത്ത് വഴക്കടിക്കും. നല്ല സ്നേഹമല്ല പങ്കുവയ്ക്കുന്നത്. അതുവരെ അവരിങ്ങനെ ധ്യാനിച്ചിരിക്കും. അവരുടെ പുറകെ പോവും. ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇനി കണ്ട അതൊന്നും പറയില്ല, ഇനി വഴക്കടിക്കില്ല, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കും. അതൊക്കെ അങ്ങ് മറക്കും. അവരടുത്ത് വരുന്ന സമയത്ത് ഈ ചോദ്യം ചെയ്യാനുള്ളത് മുഴുവൻ പുറത്തെടുക്കും. അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇരട്ട മുഖാണ് എന്ന് പറയുന്നത്. ഇവിടെ 6 സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് അകന്നു പോയി എന്നേക്കുമായി എൻഡാക്കണം എന്നല്ല അവർ ചിന്തിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് അവരുടെ മനസ്സിൽ തോന്നുന്നത്. വരുമ്പോഴൊക്കെ നിങ്ങൾ വഴക്കടിക്കുകയാണ്.
അല്ലെങ്കിൽ അവരും വഴക്കടിക്കുകയാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വഴക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിന് വേണ്ടിയാണ് അടുത്ത് വരുന്നത്, സ്നേഹം പങ്കുവെക്കുമെന്നാണ് അത്ര ദിവസവും മനസ്സിൽ ചിന്തിക്കുന്നത്. പക്ഷെ വന്നു കഴിയുമ്പോൾ അത്ര ദിവസവും നമ്മൾ കാണാത്തതിൻ്റെ വിരഹം, ദേഷ്യം, സങ്കടം എല്ലാം കൂടി അങ്ങ് തീർക്കും. ആ സമയത്ത് അവർക്ക് വീണ്ടും വെറുപ്പ് തോന്നി മാറിപ്പോവും. ഇത് ഒരാളുടെ കാര്യമല്ല, രണ്ടുപേരും ഇരട്ടമുഖമുള്ള ആൾക്കാരാണ്. അവർ മാറിപ്പോകുമ്പോൾ ഒരു മുഖമാണ്, അവരടുത്ത് വരുമ്പോൾ മറ്റൊരു മുഖമാണ്. അഴിക്കുന്തോറും മുറുകുന്ന കുരുക്കുകളാണ്, എപ്പോഴും അടഞ്ഞ വാതിലുകളാണ്. വാശി, ഇവിടെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ വാശി, ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അഹങ്കാരം എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് 2 പെന്റക്കിൾ വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കുണ്ട് അവർക്കും ഉണ്ട്. അപ്പം അവിവാഹിതരായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ കുടുംബമുള്ളവരായിരിക്കാം. അപ്പോൾ കുടുംബത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളിങ്ങനെ പ്രതികാരത്തിന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം മുന്നോട്ട് പോവില്ല. ഇനി എതിർക്കുന്ന കുടുംബമാണ്, സിംഗിൾസ് ആണെങ്കിലും എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ കാണാം സംസാരിക്കാമെന്ന് പറഞ്ഞ് വരുമ്പോൾ അത്രയും ദിവസം കാണാത്തതിൻ്റെ, ഫോൺ എടുക്കാത്തതിൻ്റെ, മെസ്സേജ് അയച്ച് മറുപടി തരാത്തതിൻ്റെ ഒക്കെ ദേഷ്യം ആ സമയത്ത് അങ്ങ് തീർക്കുകയാണ്. അപ്പം നിങ്ങളോട് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് സ്നേഹമാണ് വേണ്ടതെങ്കിൽ 2 പേരോടുമാണ് പറയുന്നത്, നിങ്ങൾ ഈ വഴക്കൊന്ന് ആദ്യം നിർത്തണം. കാരണം അകന്ന് പോകുമ്പോഴാണ് സമാധാനം കിട്ടുന്നത് നിങ്ങൾക്ക് 2 പേർക്കും. അപ്പം മനസ്സൊന്ന് ശാന്താവുന്നുണ്ട്. അടുത്ത് വരുമ്പോൾ 2 പേരും നെഗറ്റീവാണ് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ വഴക്കുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നതെല്ലാം കള്ളത്തരങ്ങളാണ്. 2 പേര് കള്ളത്തരം പറയുന്നുണ്ട്. കുറച്ച് കള്ളത്തരം പറയുന്ന സ്വഭാവമൊക്കെ ഉള്ള ആളാണെന്ന് നിങ്ങൾക്ക് അവരെക്കുറിച്ചും അറിയാം, അവർക്ക് നിങ്ങളെക്കുറിച്ചും അറിയാം. ഈ കള്ളത്തരം പറയുന്ന വലിയ കാര്യങ്ങളൊന്നും ആവില്ല. 2 പേർക്കും കുടുംബത്തിൽ നിന്നുണ്ടാവുന്നതോ അല്ലെങ്കിൽ സാമ്പത്തികമോ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കേണ്ട, അത് നമ്മുടെ വില കളഞ്ഞാലോ എന്ന് വിചാരിച്ചാണ് കള്ളത്തരങ്ങൾ പറയുന്നുണ്ടാവുക. ഇനി ഇതും അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിടയിൽ ശക്തമായിട്ട് തന്നെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെയോ അവരെയോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്ന് ഞാനിത് പറയാറുണ്ട്. അത്തരക്കാരാണ് കള്ളങ്ങൾ ധാരാളം പറയുക. കാരണം ഇവരകന്നു പോയിട്ട് വേണം അവർക്ക് ആ സ്ഥാനം തട്ടിയെടുക്കാൻ എന്ന് വിചാരിക്കുന്ന ആളുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അവരെ മനസ്സിലായിട്ടുണ്ടാവില്ല അവരാഗ്രഹിക്കുന്നത് എന്താണെന്ന്. അപ്പം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ധാരാളം നമ്മൾ കേൾക്കാറുണ്ട്. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. കള്ളം പറയുന്ന ആൾക്കുള്ള വഴി വെച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ഐക്യമില്ലാതാവുമ്പോൾ അവിടേക്ക് കയറി കൂടുന്നത് ഈ തേർഡ് പാർട്ടിയാണ്. അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ കുടുംബം തന്നെയായിരിക്കുക കള്ളങ്ങൾ പറഞ്ഞ് ഇവരെ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാത്തത്. പങ്കാളി ശരിയല്ലാത്തത് കാരണമാണല്ലോ മറ്റൊരാളുടെ സ്നേഹം വേണം എന്ന് പറഞ്ഞവർ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് പങ്കാളി കൂടുതൽ വഴക്കിടുക, അവർക്ക് സമാധാനം കൊടുക്കാതിരിക്കുക, ഏത് സമയത്ത് ടെൻഷനാവുക. അപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യില്ല. ഇതൊരു പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കില്ല അവർ ഈ നേരിടുന്നതൊക്കെ, പങ്കാളിയുടെ ഭാഗത്തു നിന്നായിരിക്കാം. എന്തായാലും അതുമല്ല, സിംഗിളാണെങ്കിൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നാവും. എന്തായാലും അവർക്ക് സമാധാനം ഇല്ലാതാവുമ്പോഴാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ആ സമയത്താണ് നിങ്ങൾ അത്ര ദിവസം വരാത്തതിൻ്റെ, സംസാരിക്കാത്തതിൻ്റെയൊക്കെ ചോദ്യം ചെയ്യലുണ്ടാവുന്നത്. അപ്പം എങ്ങനെയാണ് പ്രണയം മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. 2 പെന്റക്കിൾ 2 വന്നിരിക്കുന്നത്. 2 പേർക്ക് ഇരട്ടമുഖമുണ്ട്. അവർ മാറിക്കഴിഞ്ഞാൽ സങ്കടമാണ്, അതുകൊണ്ട് കാര്യമില്ല. പിന്നെ അലങ്ങി തിരിയുന്നവനായി മാറുകയാണ്. സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ലക്ഷ്യബോധം നഷ്ടപ്പെടുകയാണ്, ഉറക്കം നഷ്ടപ്പെടുകയാണ്, ആരോഗ്യം പോവുകയാണ്. സ്നേഹം കിട്ടുന്നത് അവരുടെ ഭാഗത്തു നിന്നായിരിക്കാം നിങ്ങൾക്ക്, നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം അവർക്ക്. അതാണ് തല്ലി തകർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ടവറായി മാറുകയാണ്. ആരസാണ് ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത്. എപ്പോഴും യുദ്ധത്തിൻ്റെ ടെൻഡൻസിയാണ്. 2 പേര് താണു കൊടുക്കില്ല. 2 പേർക്കും ഒപ്പത്തിനൊപ്പം അഹങ്കാരമാണ്. അതാണ് ടോറസ് പറയുന്നത്. കാള, മെരുങ്ങാത്ത കാളയാണ് 2 ഭാഗത്തേക്കും വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജെൻഡർ ഏതുമാവാം. ഒരാളുടെ അടുത്ത് താണാലാണ് പ്രണയം മുന്നോട്ട് പോവുക. ഇത് 2 പേര് കൊമ്പോണ്ട് കുത്തിയോണ്ടിരുന്നാലോ, അതാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. 2 പേര് അടഞ്ഞ വാതിലാണ്. മിണ്ടാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളും ആ വാതിലടയ്ക്കും, നിങ്ങളും ബ്ലോക്ക് ചെയ്യും, പിന്നെ മിണ്ടില്ല. എന്നാൽ വിർഗ വന്നതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർക്ക് പ്രിയം കൂടുതലാണ്. ഇനി കുടുംബം ഉണ്ടെങ്കിലും ഒരു പങ്കാളി ഉണ്ടെങ്കിലും ഒരല്പം തൂക്കം കൂടുതൽ നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗത്താണ്. അപ്പം അത് കളയാതിരിക്കാനാണ് ഇവിടെ പറയുന്നത്. ഏറ്റക്കുറച്ചിലുകളുള്ള കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത്. ഒരുപാട് ആരോപണങ്ങൾ അവർ നേരിടുന്നുണ്ട്. കള്ളത്തരം പറയുന്ന ആരോ അവരുടെ കൂടെ ഉണ്ട്. ഓഫീസിലാവാം, കുടുംബത്തിലാവാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലും ആവാം. അത് ഇവർക്ക് അറിയുകയും ചെയ്യാം. അതിൽ നിന്നൊക്കെ ഒന്ന് മോചനം കിട്ടാനും മനസ്സിനൊരു സമാധാനം കിട്ടാനുമാണ് നിങ്ങളെ സമീപിക്കുന്നത്.
കള്ളം പറയുന്ന ഒരാളുണ്ട്, മനോഹരമായി ചിരിച്ചുകൊണ്ട് പറയുന്നതൊക്കെ നിങ്ങൾക്ക് പാരയാണെന്ന് അറിയാം. അങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് വല്ലാതെ ടെൻഷൻ അടിക്കുമ്പോഴാണ് നിങ്ങളെ ഒന്ന് സമീപിക്കുന്നത്, ഇടയ്ക്കാണ് വരുന്നത്. ആ സമയത്ത് നിങ്ങൾ യുദ്ധത്തിൻ്റെ ഒരു ലോകം തന്നെയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം പോണതെന്നാണ് 2 പെൻ്റക്കൾ വന്നതുകൊണ്ട് പറയാനുള്ളത്. എപ്പോഴും ഇരട്ട വഴികളാണ്, ഇരട്ട മുഖമാണ്, ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പങ്കാളിയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം തേടിയാണ് നിങ്ങളുടെ അടുത്ത് വരുന്നതെന്നാണ് 2 പെൻ്റക്കൾ പറയുന്നത്. കുടുംബമുള്ളവർ തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനുള്ള ആളായിരിക്കാം. അതിനെ കല്യാണം കഴിക്കണമെന്നായിരിക്കും വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ ഇവർക്ക് മനസ്സുകൊണ്ട് അവരെ സ്വീകരിക്കാൻ താല്പര്യമില്ല. കള്ളങ്ങൾ ധാരാളം പറയുന്നത് വീട്ടുകാരും ആവാം. നമ്മുടെ മക്കൾക്ക് ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഏതറ്റം വരെയും പോവും അതിൽ നിന്ന് മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മറ്റൊരു ജാതി മതമാണെങ്കിൽ പറയും വേണ്ട. ഇനി സാമ്പത്തിക ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടാവില്ല, പ്രായത്തിൻ്റെ വ്യത്യാസം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ വീട്ടുകാർ ഇവരെ മെല്ലെ അതിൽ നിന്ന് മാറ്റി നോക്കാൻ പല കള്ളത്തരങ്ങളും പറയും. അപ്പോൾ ഇതിൽ ആരാണ് കള്ളം പറയുന്നത്? നിങ്ങൾ തന്നെയാണോ, അതോ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന മൂന്നാമത്തെ വ്യക്തിയാണോ, അതോ വീട്ടുകാരാണോ? എന്തോ ഒരു കള്ളങ്ങൾ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണെങ്കിലും അല്ല മറ്റൊരാൾ പറയുന്നതാണെങ്കിലും ഇപ്പം ആകെ ട്രോമയാണ് കാണുന്നത്. 2 പേരും അടിയോടടിയാണ് കാണുന്നത്. വരുമ്പോഴൊക്കെ വഴക്കിട്ട് പിന്നെ അകന്നു പോവുകയാണ്. ഈ അകന്നു പോകുന്നത് മനസ്സമാധാനം തേടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് മനസ്സമാധാനം വേണ്ടത്, എന്നല്ല അവർക്ക് അകന്നു പോകുമ്പോഴാണ് അത് കിട്ടുന്നത് എന്ന് വ്യക്തമായി പറയുന്നു ആദ്യത്തെ കാർഡായ 6 സോഡ്സ്. അപ്പം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തോ നെഗറ്റീവായ പെരുമാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇരട്ട മുഖമുണ്ട് 2 പേർക്കും. അവരും മോശമൊന്നുമല്ല കേട്ടോ, നിങ്ങൾ വഴക്കിട്ട് അവരും ഒപ്പത്തിനൊപ്പം പറയുന്നുണ്ട്. അങ്ങനെ കലഹമാണ് ഇവിടെ കൂടുതലും കാണുന്നത്. 7 സോഡ്സ്, 2 പെൻ്റക്കൾ, ഇതെല്ലാം 3 കപ്പ്, ഇതെല്ലാം നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ റിയാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. കള്ളം പറഞ്ഞു എന്ന് തോന്നുമ്പോഴോ, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മൾക്കിടയിലുണ്ടെന്ന് തോന്നുമ്പോഴോ, വീട്ടുകാർ അകറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴോ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നു. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അത് കലഹമായി മാറുന്നു. അങ്ങനെ 2 പേരും മാറിപ്പോകുന്നു. ഇതിങ്ങനെ റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ഓഫ് ബന്ധമായിട്ട് വരുമ്പോഴെല്ലാം ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബന്ധമാണ് ആരുടെയോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മെസ്സേജ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് തകർന്നടിഞ്ഞു, ഇനി ഉണ്ടാവില്ല എന്ന്. എന്നാൽ വീണ്ടും വരും. ഇവിടെ ടോറസാണ് കൂടുതൽ നിൽക്കുന്നത്. അഹങ്കാരം ഉണ്ടാവും, മെരുങ്ങാത്ത സ്വഭാവം ഉണ്ടാവും, നല്ല സൗന്ദര്യമുണ്ട്, ചെറുപ്പക്കാരാണ്, ജിം ബോഡിയാണ്. പുരുഷനാണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള ലേഡിയാണ്. അപ്പം അങ്ങനെയുള്ള 2 പേരാണ്. 2 പേരും നല്ല സൗന്ദര്യമുള്ള, നല്ല അഹങ്കാരമുള്ള, വാശിയുള്ള, പ്രണയിക്കാൻ നന്നായി അറിയുന്ന, ഒരാൾക്ക് ഒരാളില്ലാതെ പറ്റില്ല എന്നുള്ള ബോധം, ഉപബോധം മനസ്സിലുണ്ട് കേട്ടോ. പുറത്തേക്ക് അത് പ്രകടിപ്പിക്കില്ല. ഒരു കാർമിക് ബന്ധമാണെങ്കിൽ സോൾ കണക്ഷനാണ്. ഡെവിളല്ലേ ഇവിടെ നിൽക്കുന്നത്, എന്നാലും മീനം രാശി വന്നിട്ടുണ്ട്. അപ്പം അതുപോലെയൊക്കെയുള്ള മുജ്ജന്മ ബന്ധം തന്നെയാണ്. ടവറും അതാണ് പറയുന്നത്. എങ്കിലും നിങ്ങളെപ്പോഴും കലഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. യുദ്ധത്തിൻ്റെ ടെൻഡൻസിയാണ് ഇവിടെ കൂടുതലും. ആരസാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പം ഈ യുദ്ധമൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയി സമാധാനത്തിലേക്ക് വരണ്ടേ അല്ലേ? ദുഃഖം മാറി സന്തോഷം ഉണ്ടാവണ്ടേ? അതിനാണ് നമ്മൾ ആദ്യം ആ പ്രാർത്ഥന ചൊല്ലിയത്. നിങ്ങൾക്ക് ദുഃഖം തരുന്ന ആളെയാണ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചത്. ഇവിടെ കൂടുതലും ദുഃഖമാണ് ഞാൻ കണ്ടത്. അപ്പം അത് മാറും. നിങ്ങൾ അത് വിചാരിച്ച് തന്നെ ഇത് കേൾക്കുക കേട്ടോ. അത്രയും ശക്തിയായ മന്ത്രങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പം ചില ആളുകൾ ഒരു വരിയൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു 3/4 മണിക്കൂറൊക്കെ ആ വീഡിയോ ചെയ്യും. ആ ഒരു വരി കേൾക്കണമെങ്കിൽ ആ 3/4 മണിക്കൂർ വീഡിയോ നമ്മൾ മുഴുവൻ കാണേണ്ടി വരും. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ തുടക്കം തന്നെ ശക്തിയേറിയൊരു മന്ത്രം ചൊല്ലിയിട്ടാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളതിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഇനി വന്നിരിക്കുന്ന ഏസ് ഓഫ് പെൻ്റക്കിളാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാവുമെന്ന് പറയുന്നത്. ഈ അവസ്ഥയൊക്കെ മാറും. 2 എന്നുള്ളത് 1 മാറും. അപ്പം നിങ്ങൾ ഒന്നാവേണ്ടവരാണ് മനസ്സുകൊണ്ടെങ്കിലും. ഇനി ശരീരം കൊണ്ട് ഒന്നാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. 2 കുടുംബമുള്ള 2 പാർട്ട്ണർമാരൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നായി താമസിക്കുമെന്ന് പറയണമെങ്കിൽ കുടുംബത്തിനെ അങ്ങ് കളയണമല്ലേ? അതൊന്നും ഞാൻ പറയുന്നില്ല. മനസ്സുകളെങ്കിലും ഒന്നാവും. ഇനി മറിഞ്ഞിരിക്കുന്ന പ്രണയം, ആരാധന, ഇതൊക്കെ പറയുന്നുണ്ട്. ഒപ്പം വർക്ക് ചെയ്യുന്നവരാവാം, ഒപ്പം പഠിക്കുന്നവരാവാം. അതിനപ്പുറമുള്ളവർ ഇതൊന്നും സ്വപ്നം കാണാതിരിക്കുക കേട്ടോ. 60ഉം 70ഉം വയസ്സായവരെയൊന്നും മറിഞ്ഞിരുന്ന് ആരും പ്രണയിക്കില്ല. ദയവായി അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എന്നാൽ ബന്ധങ്ങളൊരു 50 വയസ്സ് വരെയൊക്കെ ആവാം.
അതിനപ്പുറമുള്ളതൊക്കെ ഇത്തിരി കടുത്ത് പോകും അല്ലേ. പ്രായമുണ്ടോ പ്രണയത്തിന് എന്നാ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നും യൗവനായിട്ട് ഇരിക്കുന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ നരയ്ക്കുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു, മരണത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ പറയുന്നത് ഇത്ര വയസ്സ് വരെ നമുക്ക് ഇതൊക്കെ പാടൂ എന്നുള്ളത് തന്നെയാണ്. ഇത് ഇവിടെ പറയുന്നത് 60 വയസ്സായവരൊക്കെയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് എന്നെയാണ് മറഞ്ഞിരുന്ന് പ്രണയിക്കുന്നത് എന്നാണ്. അപ്പം അത് കേട്ടിട്ട് എനിക്ക് അവരോടൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പം അത്തരക്കാരൊക്കെ ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇത് ഒരു 40 വയസ്സിന് താഴെയുള്ള 20 വയസ്സിന് മുകളിലുള്ളവരുടെ യൗവനമുള്ളവരുടെ കാര്യമാണ് പ്രണയ വായന എന്ന് പറഞ്ഞ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനപ്പുറമുള്ളവർക്ക് പ്രൈവറ്റ് റീഡിംഗ് ഒക്കെ എടുക്കും, ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഞാൻ നോക്കി കൊടുക്കും. എന്നാലും ഇവിടെ പറയുന്നത് ഇത്തരക്കാർക്ക് വേണ്ടിയാണ്. ഇനി നമുക്ക് അടുത്ത കാർഡായ ഫൂൾ കാർഡിലേക്ക് വരാം. 2 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് ബന്ധമാണ്. ഫൂൾ കാർഡ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയാണ്. നിങ്ങളുടെ സ്നേഹം കിട്ടാതാവുമ്പോൾ മനഃശാന്തി തേടി പോയിട്ട് ഇങ്ങനെ അവർ അലഞ്ഞു തിരിയാണ്, യാത്രയിലാണെന്നൊക്കെയാണ്. നിഷ്കളങ്കമായ പ്രണയമാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇവിടെ 7 സോഡ്സും 3 കപ്പും വന്നതുകൊണ്ട് ഇയാൾക്ക് ഇത്തിരി കള്ളത്തരമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കള്ളത്തരമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അത് അവരെ വേദനിപ്പിക്കാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല. സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങളോട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പലതും മറയ്ക്കുന്നത്. ഇവിടെ ആത്മീയവും നിഗൂഢവുമാണ് എന്ന് പറയുന്നത്. ഒളിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, എങ്കിലും ആത്മീയമായിട്ട് ആത്മാക്കൾ തമ്മിൽ ഒന്നാണ് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലും ഡെവിൽ എനർജി വന്നതുകൊണ്ട് തന്നെ ഒരു കാർമിക് ബന്ധമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ടും വേദനിപ്പിച്ചിട്ടും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോൾ കണക്ഷനും വന്നിട്ടുണ്ട് ചില ആളുകൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടവരാണ് എന്നാണ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. നിങ്ങൾ ഒരാൾക്ക് ഒരാളില്ലെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ട് ഏസ് ഓഫ് വാണ്ട് വന്നത് റീയൂണിയനെ കുറിച്ചാണ് പറയുന്നത്. ഓൺ ആൻഡ് ഓഫ് ബന്ധം തന്നെയായിരിക്കും. എപ്പോഴും ഇങ്ങനെ വന്ന് വഴക്കടിച്ച് അകന്ന് പോവും, പിന്നെ വീണ്ടും വരും. ഇതാണ് റിപ്പീറ്റായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു എൻഡ് ആവണം എന്നാണ് ഇവിടെ ടവർ പറയുന്നത്. നിങ്ങളിങ്ങനെ എപ്പോഴും വരുമ്പോൾ ഒക്കെ വഴക്കടിക്കാതെ സ്നേഹം കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങളെ അവർക്കും അവരെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വഴക്ക് അങ്ങ് ഒഴിവാക്കുക. മൂന്നാമത്തെ വ്യക്തി പറയുന്ന കള്ളത്തരങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അവരോട് പ്രതികാരം ചെയ്യാതിരിക്കുക. അത് മാത്രമാണ് ഇന്നിവിടെ പറയുന്നത്. ഇനി നെഗറ്റീവായ മെസ്സേജ് പറയാനുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ നിങ്ങളുടെ പങ്കാളി നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് കള്ളം പറയുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി ഇവിടെ ശക്തമായിട്ടുണ്ട്. ദമ്പതികളാണെങ്കിൽ ഒരു തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പങ്കാളി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അല്ല, ഇനി അവിവാഹിതരാണെങ്കിൽ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇവിടെ ശക്തമാണ്. അതിൻ്റെ പേര് നിങ്ങളോട് ഒരുപാട് കള്ളത്തരം പറയുന്ന ഒരു പങ്കാളി ഇവിടെ കാണിച്ചു തന്നു. അതൊരു ഫേക്കായ ലവ് ആയിരിക്കും. അപ്പോൾ അത്തരക്കാർ ഇത് കാണുന്നുണ്ടാവും. എൻ്റായ ബന്ധമാണ് ടവർ കാണിക്കുന്നത്, കള്ളം ധാരാളം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് കള്ളം പറയുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ഏറ്റക്കുറച്ചിലുകൾ നോക്കുകയാണ്. നിങ്ങളെക്കാൾ വലുത് അവരാണെന്ന് തോന്നിയിട്ടാണ് ഈ ആൾ പോയിരിക്കുന്നത്. അത് പോയി എൻ്റായി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കാതിരിക്കുക. അങ്ങനെ ഒരാൾ നമ്മളെ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പിന്നാലെ പോവാതിരിക്കുക. അതാണ് നൈറ്റ് കപ്പ് പറയുന്നത്. നിങ്ങൾ ഫോളോ ചെയ്യുന്നതോടും അവരകന്നുകൊണ്ടിരിക്കും. അല്ലാതെ നിങ്ങൾക്കായിട്ടൊരു പ്രണയം നിങ്ങളുടെ അടുത്ത് വരുമെന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ചെറുപ്പക്കാരോടാണ് ഇത് പറയുന്നത്. വീണ്ടും ഞാനത് പറയുകയാണ്. അപ്പം നിങ്ങൾ കാത്തിരിക്കൂ, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. ഏസ് ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ അവസാനിച്ചു എന്ന് കരുതിയ ഒരു ജീവിതം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുത്തരും. അത് മറ്റൊരാളായിരിക്കും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. തേർഡ് പാർട്ടിയുടെ പിറകെ പോയവരുടെ പിറകെ നിങ്ങൾ പോവാതിരിക്കുക. അത് നിങ്ങൾക്കുള്ളതായിരിക്കില്ല കേട്ടോ. അതാണ് രണ്ടാമത്തെ മെസ്സേജ്, നെഗറ്റീവായ മെസ്സേജ്. ഇനി നമുക്ക് ഈ കാർഡുകളൊന്ന് എടുത്തു നോക്കാം. രണ്ടും ഞാൻ പറയുകയാണ്, രണ്ടും അറിയണമല്ലോ. ഇവിടെ ടിൻ ഫ്ലെയിം വന്നിട്ടുണ്ട്. പാർവതി പരമേശ്വരന്മാർ ആദ്യത്തെ അങ്ങനത്തെ ആൾക്കാരാണ്. ഹോപ്പ്, പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഒരാൾ നമ്മളെ ഇട്ട് പോയാലും ഇനി നമുക്കൊരു ജീവിതം ഉണ്ട് അല്ലേ. ഇവിടെ രാമനും സീതയും വന്നിട്ടുണ്ട്. അപ്പോൾ സത്യമായിട്ട് പ്രണയിക്കുന്ന ആളുകളും ഉണ്ട്. എന്നാൽ ഞാൻ മറ്റൊരു കാർഡാണ് എടുത്ത മെമ്മറീസ് ആണത്. അപ്പോൾ എല്ലാ തരം കാർഡുകളും ഇവിടെ വന്നു. ഓർമ്മകളുള്ളവരുണ്ട്, പ്രതീക്ഷകളുള്ളവരുണ്ട്, ഒന്നായവരുണ്ട്. ഈ 3 വിഭാഗക്കാരും കാണിച്ചു. ഒന്നായവർ സത്യസന്ധമായി പ്രണയിക്കുന്നവരാണ്. ഓർമ്മകളുള്ളവരും സോൾമേറ്റ് ആണ്. പ്രതീക്ഷ ഉള്ളവർ ഒന്ന് കൈവിട്ട് മറ്റൊന്നിലേക്ക് പ്രതീക്ഷയുമായിട്ട് കാത്തിരിക്കുന്നവരാവാം. അപ്പം ഇതിലേതാണ് നിങ്ങളുടെ വിഭാഗം എന്ന് നിങ്ങൾക്ക് അറിയൂ. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയി വന്നിരിക്കുന്നത് പല്ലുകളുടെ എല്ലുകളുടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ദഹനക്കേട് കുടൽ രോഗങ്ങൾ വന്നിട്ടുണ്ട്, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, വാദം പറയുന്നുണ്ട്, നാഡീസംബന്ധമായ അസുഖങ്ങൾ പറയുന്നുണ്ട്, തലവേദന പറയുന്നുണ്ട്, ചുമ,
ശ്വാസതടസ്സം, ബ്രോങ്കൈറ്റിസ് ഒക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അസുഖമായി വന്നിരിക്കുന്നത്. ഗർഭാശയ അണ്ഡാശയസ്ഥാന ഫൈബ്രോയിഡുകൾ കൂടി വന്നിട്ടുണ്ട്. ഇനി കരിയർ നോക്കാം. പത്രമാധ്യമങ്ങൾ, എഴുത്തുകാർ വന്നിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ വന്നിട്ടുണ്ട്. ബാങ്ക്, ഗോൾഡ് സ്മിത്ത് വന്നിട്ടുണ്ട്. ഹോട്ടൽ വന്നിട്ടുണ്ട്. പിന്നെ പുതിയ തരം എന്ത് ജോലികളും വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻഡക്കിളും ഏസ് ഓഫ് വാണ്ടും അതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജോലിയായിട്ട് വന്നിരിക്കുന്നത്. ഇനി പൊതുവായ കാര്യങ്ങൾ, നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് ധനം വന്നു ചേരും എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ അകന്നു പോവും എന്ന് പറയുന്നുണ്ട്. പങ്കാളികൾ അകന്നു പോവും എന്ന് പറയുന്നുണ്ട്. മോഷണം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് സൂക്ഷിക്കട്ടോ. ഇനി പറയുന്നത് നിങ്ങളോട് കള്ളത്തരം പറയുന്ന ഒരു പങ്കാളി ഉണ്ട് എന്നാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പലരും ഫ്രീ ആണെന്നാണ് വിചാരിക്കുന്നത്. അല്ല, നിങ്ങളുടെ മാത്രം കാര്യം GP ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ പറഞ്ഞു തരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് നോക്കാം. റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് കേട്ടോ അവർക്ക് നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച്. സ്നേഹമൊക്കെ ഉണ്ട്. ഇരട്ടമുഖമാണല്ലോ, കാണുമ്പോൾ വഴക്കടിക്കുന്നേ ഉള്ളൂ. വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ഒരാളല്ല, രണ്ടുപേരും. സത്യമുള്ള പ്രണയമാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ അക്ഷരം വന്നത് ശ്രദ്ധിച്ചില്ല എന്ന്. കൺട്രോൾ ഇഷ്യൂ ഉണ്ട്, അതൊന്ന് കളയണം. സോൾ ലവ്, സോൾമേറ്റാണ്. പ്രണയം മാത്രം പങ്കുവെച്ചാൽ മതി, വഴക്ക് പങ്കുവെക്കണ്ട. ഇവിടെ റിലീജിയൻ ഫാക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനത് പറയാഞ്ഞതാണ്. രണ്ടെന്ന് പറഞ്ഞ് 2 മതമാണ്, 2 ജാതിയാണ്, 2 തട്ടിലാണ്, അങ്ങനെ 2 കുടുംബമുള്ളവരാണ്. അങ്ങനെ ഒരുപാട് 2ആണ് വന്നിരിക്കുന്നത്. അപ്പം അതുപോലെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ. എന്നാലും കണ്ടുമുട്ടുമ്പോൾ പ്രണയം മാത്രം പങ്കുവയ്ക്കാനാണ് പറയുന്നത്. ബാക്കിയൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. കുടുംബങ്ങളുള്ളവർ അതങ്ങ് ഉപേക്ഷിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇനി കുടുംബങ്ങൾ കല്യാണം കഴിച്ചതല്ലെങ്കിൽ അത് നടത്തി തരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ പ്രപഞ്ചം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അത് മാത്രമേ നമ്മൾക്ക് കിട്ടൂ. ഫേക്കായ ലവ് ആണെങ്കിൽ അതിൻ്റെ പുറകെ പോകണ്ട എന്നൊരു മെസ്സേജ് കൂടി ഇന്ന് വന്നിട്ടുണ്ട്. കള്ളത്തരം പറയുന്ന, തേർഡ് പാർട്ടി ഇല്ല, നിങ്ങളെ ഉപേക്ഷിക്കാനും വഞ്ചിക്കാനും തയ്യാറായ ഒരാളെ കൂടി കാണിച്ചു തന്നു. 7 സോഡ്സും 3 കപ്പും അതാ പറയുന്നത്. അപ്പം അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല, എല്ലാവരും നല്ലവരും ആയിരിക്കില്ല. അപ്പം നിങ്ങളുടെ സാഹചര്യം എന്താണോ അതുപോലെയൊക്കെ എടുക്കുക. എങ്കിലും പ്രണയം സത്യമാണെങ്കിൽ 2 പേർക്കും അത് കുറേ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. വളരെ ശക്തിയുള്ള മന്ത്രങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. അപ്പം നിങ്ങളതെങ്ങനെ എടുക്കുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത് എഫക്റ്റ് ആവും. പ്രാർത്ഥനയോടുകൂടി ഇത് നടക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളത് കേൾക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും കേട്ടോ. അതാ പറയാനുള്ളത്. കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഫ്ലർട്ട് ആയ ആളുകളുണ്ട്, അതും വേണം. തേർഡ് പാർട്ടി ഉള്ളവരുണ്ട്, അതാണ് എനിക്ക് 3 കപ്പ് കാണിച്ചു തന്നിരിക്കുന്നത്. മൂവ് ഓൺ ചെയ്തവരുണ്ട്, അതാണ് 7 സോഡ്സ് പറയുന്നത്. അവർ മാറിപ്പോവും നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, കബളിപ്പിച്ചുകൊണ്ട്. മെമ്മറീസ് ഉള്ളവരുണ്ട്, അത് നിങ്ങളായിരിക്കുക, ഓർത്തിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണല്ലോ ഇത് കാണുന്നത്. 2 പെൻറ്റക്കിൾ വന്നതുകൊണ്ടാണ് ഞാൻ 2 മെസ്സേജും നെഗറ്റീവും പോസിറ്റീവും പറയാനാണ് എന്നോട് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് 2ഉം പറഞ്ഞത്. 2 അവസ്ഥയിലൂടെയും കടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ 2ഉം നിങ്ങളുടെ അനുഭവം പോലെ എടുത്താൽ മതി. നെഗറ്റീവ് ഇല്ലാത്തവർ നെഗറ്റീവായ മെസ്സേജുകൾ എടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ, അവർ നിങ്ങളെ സത്യമായിട്ടാണ് പ്രണയിക്കുന്നത് എങ്കിൽ അത് സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ്ങിന് ഒരുപാട് പേര് വന്നിട്ട് ഫ്രീ ആണെന്ന് വിചാരിച്ച് എന്നെ മെനക്കെടുത്തുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് 2 വീഡിയോ തരുന്നുണ്ട്. ഒന്ന് റിപ്പീറ്റായി തരികയാണെങ്കിലും ഒന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ അന്നത്തെ ഫലങ്ങളാണ് പറയുന്നത്. അത് കേട്ടാൽ തന്നെ മതി. അതിനുശേഷം നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ആ മനോഭാവം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് എന്നെ സമീപിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും പോസിറ്റീവായിരിക്കുക, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക.